ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് എപ്പോഴും ഈ പ്രപഞ്ച വസ്തുക്കളെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരുന്നാൽ മനസ്സ് നിറയെ അതായിരിക്കും. മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ ആ മനസ്സിന് കഴിയുകയില്ല. അങ്ങനെയുള്ള മനസ്സിനെ ഒരിക്കലും വേണ്ട വഴിയിലേക്ക് തിരിച്ചുവിടാൻ വിഷമമായിരിക്കും. അതുകൊണ്ടൊരു കവി പറയുകയാണ്, ചിന്തിച്ചനാത്മാവ ചിത്തത്തിനെ എന്തും ചെയ്യുവാൻ വിടും കൂട്ടക്കാർക്ക്. ബന്ധം നശിക്കില്ല, മോക്ഷം ലഭിക്കില്ല, സന്താപം തീരില്ല എന്നറിയുക. വലിയൊരു സത്യത്തെ അനാവരണം ചെയ്യുകയാണ്. മനസ്സിൻ്റെ പ്രക്രിയകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചിന്തിച്ചനാത്മാവ ചിത്തത്തിനെ, നമ്മുടെ മനസ്സ് ഈ പ്രപഞ്ച വസ്തുക്കൾ അനാത്മ വസ്തുക്കളിൽ തന്നെ മുഴുകിയിരുന്നാൽ മനസ്സ് രാഗദ്വേഷങ്ങൾ വളർന്ന് കെട്ടുപോകും, ദുഷിച്ച ചിന്തകളെ കൊണ്ട് നിറയും. അങ്ങനെ എന്തും ചെയ്യുവാൻ വിടും കൂട്ടക്കാർക്ക്. അനാത്മവസ്തുക്കളെക്കുറിച്ച് ചിന്തിച്ച് എന്തും ചെയ്യാൻ തയ്യാറാവുന്ന അത്തരം വ്യക്തികളുടെ മനസ്സിനെ ബന്ധം നശിക്കില്ല, മോക്ഷം ലഭിക്കില്ല. ഏതിൽ ചെന്നാലും അവർ വിളഞ്ഞിക്കണി പോലെ ഒട്ടും. ബന്ധനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ബന്ധനത്തിൽ നിന്നെല്ലാം മോചനം നേടുന്നതാണ് വാസ്തവത്തിൽ മോക്ഷം എന്ന് പറയുന്നത്. അപ്പം മോക്ഷം ലഭിക്കുകയില്ല, ബന്ധനത്തിൽ അകപ്പെടുകയും ചെയ്യും. സന്താപം തീരില്ല എന്നറിയുക. എപ്പോഴും അവർക്ക് ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ആ ദുഃഖത്തെ വാസ്തവത്തിൽ ക്ഷണിച്ചു വരുത്തുന്നത് ആരാ? നമ്മൾ തന്നെയല്ലേ. നമ്മുടെ വിവേകമില്ലായ്മയല്ലേ. നാം ഈ അസത് വസ്തുക്കളോടുള്ള സംഘമാണ് നമ്മുടെ മനസ്സിനെ അസത്തായി തീരാൻ കാരണമായിരിക്കുന്നത്. എന്നാൽ സത്ചിന്തകളും സത് വാക്കുകളും സത്പ്രവർത്തികളുമാണ് നാം ചെയ്യുന്നതെങ്കിൽ ആ മനസ്സ് നമുക്ക് നിയന്ത്രണ വിധേയമാകും. അത് സുഖത്തെ പ്രദാനം ചെയ്യും. അതൊന്നിനോടും ബന്ധിപ്പിക്കുകയില്ല. നമ്മൾ ഒരു കൂട്ടിൽ ചെന്ന് തലയിട്ട് കുടുങ്ങുന്നത് പോലെയാണ്. കൂടെ അതോടുകൂടി അടഞ്ഞു, പിന്നെ പുറത്തു വരാൻ നിവൃത്തിയില്ലാത്തതുപോലെയാണ് ഈ പ്രപഞ്ച വസ്തുക്കളോടുള്ള ആവശ്യമില്ലാത്ത ഇടപെടൽ. ആവശ്യത്തിന് ഈ ദേഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ വസ്തുക്കളെ നാം സ്വീകരിക്കുക തന്നെ വേണം. എന്നാൽ ഇത് ആവശ്യത്തിനല്ല, അനാവശ്യമായി ഇടപെട്ട് അതിൽ താൻ കുടുങ്ങുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് വിമുക്തി വേണമെങ്കിൽ നാം വിവേകത്തോടുകൂടി സത്തുമായുള്ള സംഘം നമുക്കുണ്ടാവും. ഇതിനെല്ലാം സാക്ഷിയായി വർത്തിക്കുന്ന, ഇതിനോടൊന്നും ബന്ധമില്ലാത്ത ആ പരമാത്മ ചൈതന്യവുമായി നിരന്തരം നമ്മുടെ ചിത്തത്തിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സംഘം ഉണ്ടാവുകയാണെങ്കിൽ നമ്മെ സന്താപത്തിനിട വരില്ല, നമുക്ക് ബന്ധനവും ഉണ്ടാവില്ല, നാം സ്വതന്ത്രനായി വർത്തിക്കുന്നതാണ്. അതിനാൽ ചിന്തിച്ചനാത്മാവ ചിത്തത്തിനെ എന്തും ചെയ്യുവാൻ വിടും കൂട്ടക്കാർക്ക്. ബന്ധം നശിക്കില്ല, മോക്ഷം ലഭിക്കില്ല, സന്താപം തീരില്ല എന്നറിയൂ.